കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എന്റെ പേര് ദുർഗ. ഞാൻ ലേൺവൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് MCO 05 അക്കൗണ്ടിംഗ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് എന്ന MCOM ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ് MCO 05 എന്നുള്ളത്. അതിന്റെ ഒരു ഇഗ്നോ അനാലിസിസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഈ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്ന ലേണേഴ്സിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഓരോ ബ്ലോക്സിലും എവിടെയാണ് മാക്സിമം പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ടെങ്കിലും എവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയായിരിക്കാം, എവിടെ നിന്നായിരിക്കും നമുക്ക് കൂടുതൽ പ്രീവിയസ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് തുടങ്ങിയ കൺഫ്യൂഷൻസിനൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ എന്നുള്ളത്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അഥവാ ഈ ഒരു ഡിസ്കഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു ഇൻഡീപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസിലൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കൂടുതലും MCO 05ന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, എങ്ങനെ നമ്മൾ ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ എക്സാംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഹൈ ഇമ്പാക്റ്റ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും, മാസ്റ്റർ കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പാസ് മാർക്ക് ആയിട്ടുള്ള 40 മാർക്സ് സ്കോർ ചെയ്യുന്നതിനും അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിനും ഒക്കെ നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമായിരിക്കും നമ്മളിവിടെ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ പറയുന്ന PYQ അനാലിസിസ് അഥവാ ഇഗ്നോ ഫോക്കസ് 4.0യിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായും റോഡ് മാപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലബസ്, എങ്ങനെയാണ് ഈ ഒരു സബ്ജക്റ്റിന്റെ സിലബസ് പോകുന്നത്, എങ്ങനെയാണ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എക്സാം പാറ്റേൺ ഏത് രീതിയിലായിരിക്കും, ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്, ഏതൊക്കെ കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്താണ് കൺസിസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതായത് പ്രഡിക്റ്റബിലിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രഡിക്ഷണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അത് കൂടാതെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു ഇപ്പം ടേം ആൻഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതലും പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ആയിട്ടും അതുപോലെ തന്നെ തിയറി ആയിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമുക്കറിയാം, നമ്മുടെ ഈ ഒരു MCO 05 അഥവാ മാനേജറിയൽ ഡിസിഷൻ, അതായത് അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് എന്ന പേപ്പറിൽ നമുക്ക് 5 ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. 5 ബ്ലോക്കുകളാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എഗെയിൻ അതിനെ യൂണിറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ലെസൺസ് ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻസിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത് 5th ബ്ലോക്കിൽ നിന്നാണ്. 40%ഓളമാണ് 5th ബ്ലോക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ബ്ലോക്ക് 2 ആണ്. അത് നമ്മുടെ കറന്റ് റേഷ്യോസ് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്ലോക്കാണ്. സെക്കൻഡ് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഇവിടെ നിങ്ങൾക്ക് ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കൊരു കമ്പാരൻസീവ് സിലബസ് ടേബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം, യൂണിറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 എന്നുള്ളത് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകളാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ഹൈ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ആ ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന മറ്റു യൂണിറ്റുകളാണ് റേഷ്യോ അനാലിസിസ്, അതായത് യൂണിറ്റ് 5 ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5 റേഷ്യോ അനാലിസിസ് ആൻഡ് ഓൾസോ യൂണിറ്റ് 2ലെ
ബ്ലോക്ക് 2 യൂണിറ്റ് 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഹൈലി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ്. അതുപോലെ തന്നെ ഹൈലി കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ടോപ്പിക്സിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഭാഗങ്ങളാണ് അല്ലെങ്കിൽ യൂണിറ്റ്സുകളാണ് യൂണിറ്റ് 12 ആൻഡ് 13 വേരിയൻസ് അനാലിസിസിന്റെ ഭാഗത്ത് നിന്നുള്ളതും, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് യൂണിറ്റ് 15 മാർജിനൽ കോസ്റ്റിംഗ്, യൂണിറ്റ് 16 ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഈ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി മീഡിയം ലെവൽ എന്നൊരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ്സുകളാണ് ബ്ലോക്ക് 1, യൂണിറ്റ് 2 കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെന്റ്സ് എന്നുള്ളത്, അതുപോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ വരുന്നുണ്ട്. യൂണിറ്റ് 4 ബ്ലോക്ക് 1 യൂണിറ്റ് 4 യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളതും, അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ഭാഗങ്ങളും, ബഡ്ജറ്റ് കൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്ത് വരാവുന്ന തിയറി കൺസെപ്റ്റ്സുകൾ, അതിന്റെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്സ്, അതായത് ആ ഒരു ബഡ്ജറ്റ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്കൊരു മീഡിയം ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്ലോക്ക് 4 നിന്നുള്ള യൂണിറ്റ് 11 സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമുക്ക് മീഡിയം റെക്കമെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ്സുകളാണ്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, അതായത് ഏറ്റവും ഫൈനൽ ബ്ലോക്കിലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, 4th ബ്ലോക്കിലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അഥവാ റെലവന്റ് കോസ്റ്റുകളെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5th ബ്ലോക്കിൽ നിന്നുള്ള യൂണിറ്റ് 17 നമുക്ക് ഈ പറയുന്ന മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെയാണ് റിപ്പോർട്ട്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് അല്ലെങ്കിൽ റിപ്പോർട്ട്സ് ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജ്മെന്റ്സ് എന്നുള്ളതും നമുക്ക് ഈ ഒരു മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി ലോവർ കാറ്റഗറി അല്ലെങ്കിൽ ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് ബ്ലോക്ക് 5 യൂണിറ്റ് 19 റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ അക്കൗണ്ടിങ്. അതുപോലെ തന്നെ ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ലോവർ കാറ്റഗറിയിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം ഒരു ഹീറ്റ് മാപ്പ് സമ്മറി എന്നുള്ള രീതിയിൽ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് ബ്ലോക്ക് 5 നിന്നാണ്. ആ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുക, നോക്കി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് 3 ടോപ്പിക്സുകളാണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 16 നിന്നുള്ള ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഇതിൽ നിന്ന് മോസ്റ്റ് കൺസിസ്റ്റന്റ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 14 ടൈംസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ പ്രോബ്ലം സോൾവിംഗ് അല്ലെങ്കിൽ ആ ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുന്നതിലും ഇതിന്റെ ഒരു കോർ റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വരാവുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു ടോപ്പിക്കാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്, അതായത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്നുള്ളത്. അതിൽ നിന്ന് നമുക്ക് കമ്പാരിറ്റീവ്ലി 2 രീതിയിലും, അതായത് തിയറി ആയിക്കോട്ടെ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ, 2 രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് കൂടിയാണ് അക്കൗണ്ടിംഗ് കൺസെപ്റ്റുകൾ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ അതായത് 13 ടൈംസ് ആണ് കഴിഞ്ഞ എക്സാംസുകളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. റേഷ്യോ അനാലിസിസ് എന്നുള്ള അതായത് സെക്കൻഡ് ബ്ലോക്കിലെ യൂണിറ്റ് 5 നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് 12 ടൈംസ് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഈ 3 ടോപ്പിക്സും നമുക്ക് ഏതായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്, ഹൈ ഈൽഡ് ടോപ്പിക്സ് അഥവാ നമ്മൾ മസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇനി കമ്പാരൻസീവ് എക്സാം പാറ്റേൺ, നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി 1-2 എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആയിരിക്കാം. എങ്കിലും നമ്മുടെ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലം പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് MCO 05 അഥവാ അക്കൗണ്ടിംഗ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് എന്നുള്ളതിൽ നമുക്ക് 2 രീതിയിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രോബ്ലംസും അതുപോലെ തന്നെ തിയററ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. സോ ലോങ് എസ്സേ അല്ലെങ്കിൽ ഈ പറയുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസും വരാവുന്നതാണ്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ്, അതായത് ഡെഫിനേഷൻസ് പോലുള്ള കാര്യങ്ങൾ വരുന്ന ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇത് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ, വേരിയൻസ് അനാലിസിസിന്റെ കാൽക്കുലേഷൻസ്, റേഷ്യോസ്, കറന്റ് റേഷ്യോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ അണ്ടറിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് വരാവുന്നതാണ്. ആൻഡ് ഓൾസോ കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ബട്ട് അതിന്റെ ചാൻസ് വളരെ കുറവാണെങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ MCQs അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു MCO 05 അഥവാ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിന്റെ പേപ്പറിൽ നമുക്ക് നോർമലി കാണാറായിട്ടില്ല. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതായത് ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ ആൻഡ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഓരോ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ്
ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമുക്ക് ആ ഒരു എക്സാംസിന്റെ അനാലിസിസിലൂടെ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് എത്രത്തോളം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നോക്കുവാണെങ്കിൽ ലോങ് എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ അഥവാ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 300 to 400 വേർഡ്സ് എഴുതുന്ന രീതിയിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ 12 to 20 മാർക്സ് ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറി ആണെങ്കിൽ 5 to 8 മാർക്സിന്റെ ഇടയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. 18 to 150 വേർഡ്സോളം നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ 10 to 20 മാർക്സ് വരെ നമുക്ക് സ്കോർ ചെയ്യാവുന്ന കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. അത് നമ്മൾ ഫുൾ പേജ്, അതായത് നമ്മുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു രീതി അനുസരിച്ചാണ് അതിന്റെ ഒരു കവറേജ് വരുന്നുണ്ടാവുക. ഇനി കേസ് സ്റ്റഡീസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ, അപ്ലൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ 8 to 12 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് നമ്മൾ 150 to 250 വേർഡ്സ് പ്ലസ് അനാലിസിസ് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് പോകേണ്ടതായിട്ട് വരുന്നത്. സോ നമ്മൾ ഇതിന്റെ 4 ഫോർമാറ്റ്സ്, അതായത് നമ്മൾ ഇപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ, എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞ പോലെ 12 to 20 മാർക്സിനായിരിക്കും പെർ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നുണ്ടാവാം. അതിൽ 300 to 400 വേർഡ്സ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ അതിൻ്റെതായിട്ടുള്ള എക്സ്പ്ലനേഷൻസും എക്സാമ്പിളും കാൽക്കുലേഷൻസും ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എസ്സേ അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 10 to 20 മാർക്സിന് ഓളം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്നുള്ളത്. ഇതിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ്, വർക്കിംഗ് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ബ്രീഫ്ലി എന്ത് ചെയ്യുക, കമന്ററി കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഭാഗത്ത്, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ നമുക്ക് വരാൻ സാധ്യതയുള്ളത് വരുന്നത് ബാലൻസ് ഷീറ്റ്സിന്റെ പ്രിപ്പറേഷൻസ്, അതുപോലെ തന്നെ വേരിയൻസ് അനാലിസിസ് കാൽക്കുലേഷൻസ്, ബ്രേക്ക് ഇവൻ അനാലിസിസ് അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസിന്റെ ഭാഗത്ത് നിന്ന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് വരാവുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതിലേക്ക് വരുന്നത്. സോ 5 to 8 മാർക്സ് ആയിരിക്കും നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് പോയിന്റ്സ് എന്ത് ചെയ്യുക, 8 to 150 വേർഡ്സിൽ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക. ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്ത് പോകാനായിട്ട്, അതൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ്, അതായത് ഫോർത്ത് ടൈപ്പ് അല്ലെങ്കിൽ ഫോർത്ത് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് കേസ് സ്റ്റഡീസ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ, അതായത് വളരെ റയർ ആയിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുള്ളൂ. 8 to 12 മാർക്സോളം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ നറേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് നമ്മുടെ 150 to 250 വേർഡ്സ് വരുന്ന രീതിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അനലൈസിസിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആൻസർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേസ് സ്റ്റഡീസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇനിയിപ്പം ഇത്തരം ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ആയിരുന്നു നമ്മൾ നോക്കിയിരുന്നത് അല്ലെ. അപ്പൊ ഇനിയിപ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റിലേക്കും നമുക്ക് എത്രത്തോളം മാർക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ എക്സാംസിൽ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, ബ്ലോക്ക് 1 നോക്കുകയാണെങ്കിൽ ജൂൺ 20 to ജൂൺ 2023 വരെ നമ്മളിപ്പം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1-ൽ നിന്നും 15% ആണ് നമുക്കൊരു ടോട്ടൽ ഷെയർ കാണാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ 19% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് 2-ൽ നിന്നാണ്. ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ 17% ആണ് അവിടെ ഒരു പ്രസൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബ്ലോക്ക് 4 ആണെങ്കിൽ 19% ആണ്. ആൻഡ് ബ്ലോക്ക് 5-ലേക്ക് നോക്കുന്ന സമയത്ത് 30% ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഈ പറയുന്ന ബ്ലോക്ക് 5 തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എഗെയിൻ നമ്മുടെ ആ ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഏത് രീതിയിലാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, കഴിഞ്ഞ എക്സാംസ്, TE എക്സാംസിൽ എങ്ങനെയാണ് പ്രസന്റബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു
ഫ്രണ്ട് വിഷ്വലൈസേഷൻ എന്നുള്ള ഫോമിൽ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ പാറ്റേൺ ഹൈലൈറ്റ്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ പറയുന്ന 39 to 40% ആണ് നമുക്ക് അവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി കേസ് സ്റ്റഡി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ റയർലി ആണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. 14 to 15% ആണ് അവിടെ സാധ്യത അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ ഡെഫിനേഷൻ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസിൽ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് എന്താണ് ഡൗൺ 5% ആണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സിൻസ് 2020 മുതൽ. അപ്പം ഈ ഒരു നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണ് അല്ലെങ്കിൽ എക്സാം ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഒരു സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് നമുക്ക് അവൈലബിൾ ആവണം അല്ലെ. നമുക്ക് അവൈലബിൾ ആവുന്ന ടൈം നമ്മൾ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതിലാണ് അതിന്റെ ആ ഒരു പ്രസന്റേഷൻ അവിടെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പാസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ നമുക്കറിയാം 3 hours ആണ് നമ്മുടെ എക്സാംസ് വരുന്നത്, 100 marks ആണ് ടോട്ടൽ വരുന്നത്. അപ്പൊ ഈ 3 hours നമ്മൾ എങ്ങനെ ആ ഒരു ടൈം മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോങ് ആൻസർ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഒരു 35 minutes ഈച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം 20 marks ഈച്ച് ആയിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സോ ഒരു 40 marks നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ നമ്മൾ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്, ഇന്റർപ്രിട്ടേഷൻസും എല്ലാം കൃത്യമായ രീതിയിൽ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറയുന്ന എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസിനായിരിക്കും ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവുക. സോ നമ്മൾ അവിടെ 35 minutes 30 to 35 minutes നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി എസ്സേ ടൈപ്പ് ഓഫ് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ ഒരു 25 to 30 minutes നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 30 to 35 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഇനി ഈ പറയുന്ന ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ ഷോർട്ട് ഡെഫിനേഷൻസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഒരു 10 to 15 minutes സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതല്ല നമ്മുടെ യൂഷ്വലി ഈ പറയുന്ന ഓരോ ഡെഫിനേഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് ആൻസർ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 5 to 8 marks ആയിരിക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഓൾവേസ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 10 minutes എപ്പോഴും നമ്മൾ ആ ഒരു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു എൻഡിൽ നമ്മളൊരു 10 minutes ഈ ചെയ്ത കാര്യങ്ങളുടെ റിവിഷൻ ആയിട്ട് നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ ആക്യുറേറ്റ്ലി നമ്മളൊന്ന് ടൈം മാനേജ് ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമും അതുപോലെ തന്നെ തിയറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള ടൈമും നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ളത് അല്ലെ. അപ്പൊ അത് കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓക്കെ ആയിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ, അതായത് ഈ പറയുന്ന ബ്ലോക്സിൽ നിന്നും നമ്മുടെ 5 ബ്ലോക്കുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലെ. ബ്രേക്ക് ഈവൻ അനാലിസിസിന്റെ ഭാഗത്ത് നിന്നും അതിന്റെ യൂസസും ലിമിറ്റേഷൻസും എന്താണെന്നുള്ളത് 8 തവണയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സിന്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ഈ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ലിമിറ്റേഷൻസും യൂസസും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കോസ്റ്റിംഗ് ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് വേരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അതുപോലെ തന്നെ അത് ഏത് ഇൻഡസ്ട്രീസിനാണ് സ്യൂട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ ഓരോ ഇൻഡസ്ട്രീസിന് സ്യൂട്ടബിൾ ആവുന്ന കോസ്റ്റിംഗ് മെത്തേഡ് ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് 5th ബ്ലോക്കിൽ നിന്ന് നമുക്ക് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിന്റെ തിയററ്റിക്കലി കൺസെപ്റ്റ് ഓഫ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളമാണ്, അത് എങ്ങനെയാണ് കൺവെൻഷണൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് ഓൾസോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആ ഒരു ബ്ലോക്ക് 4ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സും അതിനെ നമ്മൾ കമ്പയർ ചെയ്യുക ബഡ്ജറ്റുമായിട്ട് എങ്ങനെ നമ്മൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ആൻഡ് ഓൾസോ പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സും ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കൂടുതലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് നമുക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, അതിന്റെ യൂസസ് ലിമിറ്റേഷൻസ് കാര്യങ്ങൾ നമുക്ക് വരാവുന്നതാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റേഷ്യോസ് അല്ലെ, കറന്റ് റേഷ്യോസ്, ക്യുക്ക് റേഷ്യോസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഈ ഇമ്പോർട്ടന്റ് ആവുന്നത് അത് ഇന്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻസും എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട്.
ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, അതിന്റെ 4 കീ കൺസെപ്റ്റുകൾ വിത്ത് എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ബ്ലോക്സ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് 5 അല്ലെങ്കിൽ ബ്രേക്ക് ഇവൻ അനാലിസിസ് അല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റും യൂസസും ലിമിറ്റേഷൻസും ഒക്കെ എത്ര തവണയാണ്? 8 ടൈംസ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്, ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. സെയിം ആസ് ഇൻ ദ ഫോം ഓഫ് പൈ ചാർട്ടിലും നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും അത് എത്ര പെർസെന്റേജ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കൊരു ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ബ്ലോക്കിൽ നിന്നും എത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും നമുക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1ൽ നിന്നും യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ഈ 3 യൂണിറ്റുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് യൂണിറ്റ് 1 അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്ത് 18% അല്ലെങ്കിൽ ഒരു ഹൈ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഈ പറയുന്ന 3 യൂണിറ്റ്സുകൾ. സോ ഈ രണ്ട് രീതിയിൽ നമുക്ക് 3 യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് 7 to 8 ടൈംസ് ആണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിൽ പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്ക് 2ൽ നിന്ന് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5 and 7 ആണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു മീഡിയം കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. ഇനി ബ്ലോക്ക് 3ലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 10 അതായത് ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് ബഡ്ജറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിയേഷൻ, അത് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 11 and 14 ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും ഹൈ ആൻഡ് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ബ്ലോക്ക് 5ലേക്ക് നോക്കുന്ന സമയത്ത് 4 യൂണിറ്റ്സുകളാണ് വരുന്നത്. യൂണിറ്റ് 15 to യൂണിറ്റ് 19 4 യൂണിറ്റ്സുകളും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിൽ തന്നെ ഹൈ ഓർ മീഡിയം എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബട്ട് യൂണിറ്റ് 19 റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ളതാണ് ഒരു ലോവർ കാറ്റഗറിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ചാർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്രോബബിലിറ്റി റിക്കറൻസിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ റിക്കറൻസ് ആ ഒരു പ്രോബബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വിഷ്വലി ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഒരു പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റഡി ലിസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രയോറിറ്റി സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, സ്റ്റഡി സ്ട്രാറ്റജീസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത് 70% ഓഫ് ടൈം നമ്മൾ അലോട്ട് ചെയ്യേണ്ടത് ഏത് ടോപ്പിക്സിനായിരിക്കണം? അക്കൗണ്ടിങ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സിന്റെ ഡിഫറൻസിയേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്, ബ്രേക്ക് ഇവൻ അനാലിസിസ്, ഈ കാര്യങ്ങളിലായിരിക്കണം ഏറ്റവും 70% ഓഫ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ടൈം അല്ലെങ്കിൽ 70% ഓഫ് ടൈം നമ്മൾ അലോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി 40 to 69% നമ്മൾ ഏത് ടോപ്പിക്സിന് ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കുക? റേഷ്യോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ കോസ്റ്റിംഗ്, അതിന്റെ യൂസസ്, ലിമിറ്റേഷൻസ്, അതുപോലെ തന്നെ റെലവന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് തുടങ്ങിയ ടോപ്പിക്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 40 to 69% ഓഫ് ടൈം അതും നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാർട്ടും കാര്യങ്ങളും അതിന്റെ ഷോർട്ട് നോട്ട്സും അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും ഈ ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ റെഫർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ലോവർ പ്രയോറിറ്റി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ 40% ഓഫ് ടൈം അലോട്ട് ചെയ്യേണ്ടത് നമ്മൾ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ള ടോപ്പിക്കിലേക്കാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായ രീതിയിൽ നമ്മൾ റീഡ് ചെയ്ത് സമ്മറൈസ് ചെയ്യുക അല്ലെ. അതായത് നമ്മുടെ ആവശ്യമായ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ മതി ഏതൊരു ഭാഗത്ത് നിന്നും ഈ പറയുന്ന റീസെന്റ് ഡെവലപ്മെന്റ് ഇൻ അക്കൗണ്ടിങ് എന്നുള്ള രീതിയിൽ. സോ നമുക്കൊരു ഫുഡ് നോട്ട്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 3 ആൻഡ് യൂണിറ്റ് 4 ഈ 3 യൂണിറ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് യൂണിറ്റ് 5 and 7ലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്ലോക്ക് 3ലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 10 ആണ് നമ്മൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോകേണ്ടത്. ബ്ലോക്ക് 4ലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് 11, യൂണിറ്റ് 14 ഈ 2 യൂണിറ്റ്സിലായി
ആയിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി യൂണിറ്റ് 5ലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 യൂണിറ്റ്സും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. സോ അത് ആ ഒരു 4 യൂണിറ്റ്സിൽ നിന്ന് ഡയറക്ട്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്, ന്യൂമറിറ്റിക്കലി നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമുക്കൊരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ദ പ്രിൻസിപ്പൽ അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ്, അതായത് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്ത് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അതിന്റെ റെലവൻസ്, അതായത് എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഡിജിറ്റൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഒരു ആൻസർ നമ്മുടെ വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളോട് കൂടി തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ട്രയൽ ബാലൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ ആണ് നമുക്ക് ഇവിടെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. സോ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആൻഡ് 4 നിന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. മാത്രമല്ല ഇതിന്റെ ലൈവ് സെഷൻസ് കൂടി അറ്റൻഡ് ചെയ്തിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ മെയിൻലി നമുക്ക് ഈസിലി നമുക്ക് ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് പോവാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ആണ്. അതായത് റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടംപററി ബിസിനസ് എൻവയോൺമെന്റിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ റോൾ എത്രത്തോളം ഉണ്ട്, അത് ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഡാറ്റ, അല്ലെ, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്താണ്, അതെങ്ങനെ കോസ്റ്റ് അക്കൗണ്ടിംഗിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിംഗിൽ നിന്നും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതും ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 20 മാർക്സിനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻസും, അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ബ്ലോക്ക് 5 നിന്നുമാണ് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇത് രണ്ടും റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 4th ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുള്ളത് ഈ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട്, നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ ഏതാണ്, ബ്ലോക്ക് 2 നിന്നാണ് നമുക്ക് ഈ ഒരു കാര്യം വരുന്നത്, അല്ലെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 7 നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അത് നമ്മൾ ലൈവ് സെഷൻസിലും കൃത്യമായ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ ഡിഫറൻസിയേഷൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിന്റെ പ്രിപ്പറേഷൻസ്, അതായത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് തേർഡ് ബ്ലോക്കിലെ യൂണിറ്റ് 10 നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി ബ്ലോക്ക് 4 നിന്നുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അതുപോലെ തന്നെ അത് എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്, പെർഫോമൻസ് ഇവാലുവേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത് സ്റ്റാൻഡേർഡ് ഡയറക്ട് ലേബർ ഹവേഴ്സ്, അതായത് ഇവിടെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് വേരിയൻസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ ലൈവ് സെഷൻസിലായിക്കോട്ടെ നിങ്ങളുടെ റെക്കോർഡ് സെഷൻസിലായിക്കോട്ടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലേബർ കോസ്റ്റ് വേരിയൻസ്, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, ആ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ടുള്ളത് ലേബർ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ മെറ്റീരിയൽ റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ഇത് എന്താണ്, ന്യൂമറിക്കലി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം, അതുപോലെ തന്നെ തിയററ്റിക്കലി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഈസ് മീൻ ബൈ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ്. 4th ബ്ലോക്കിൽ നിന്നും തിയററ്റിക്കലി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിംഗ് എന്താണെന്നുള്ളതും അത് വിത്ത് എക്സാമ്പിൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് ഇവിടെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അഗെയിൻ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് കമ്പനി പ്രൊഡ്യൂസ് 2 പ്രൊഡക്ട്സ് ആണ് ഇവിടെ പറയുന്നത്, എക്സ് ആൻഡ് വൈ എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫോളോയിങ് ഡാറ്റ റിലേറ്റ് ടു ദ മന്ത് മാർച്ചിലെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് പ്രകാരം നമ്മൾ എന്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടത്, പ്രൊഡക്റ്റ് ബഡ്ജറ്റ് അഥവാ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, അല്ലെ. അപ്പൊ ആ ഒരു ബഡ്ജറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 5 യൂണിറ്റ് 16 നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, ബ്രേക്ക് ഈവൻ പോയിന്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോബ്ലം ആണ് ഇവിടെ നിങ്ങൾക്ക് 8th ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുള്ളത്. 9th ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അത് എങ്ങനെയാണ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗിൽ അപ്ലൈ ചെയ്യപ്പെടുന്നത്, അതിന്റെ എക്സാമ്പിൾ സഹിതമാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന PV റേഷ്യോ കാൽക്കുലേഷൻസ്, അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ അനാലിസിസിന്റെ ഭാഗമായിട്ട് ബ്രേക്ക് ഇവൻ സെയിൽസ് യൂണിറ്റ്സിലും വാല്യൂയിലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പെർട്ടിക്കുലർ സെയിൽസ് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സെയിൽസ് വേണം എന്നുള്ളതും ഇത്ര സെയിൽസിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മൾ കാൽക്കുലേഷനിലൂടെ പഠിച്ചിരുന്നു. ആ കാര്യങ്ങളാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെലവന്റ് കോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ടൈപ്സ് ഓഫ് റെലവന്റ് കോസ്റ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഡിഫറെന്റ് ഇതും എന്താണ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരു എത്രത്തോളം നമുക്ക് ആ ഒരു സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇത് അക്സെപ്റ്റഡ് ആണോ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് പ്രൈസ് ആ ഒരു കമ്പനിയിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രോഫിറ്റബിൾ അവനായിട്ട് പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് സെല്ലിംഗിലേക്ക് എത്തിക്കാനായിട്ട് അക്സെപ്റ്റബിൾ ആണോ അതോ റിജക്റ്റഡ് ആണോ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. ഇതും എന്താണ് കാൽക്കുലേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇത് നമുക്ക് എവിടെയാണ് അവൈലബിൾ ആവുന്നത്, യൂണിറ്റ് 17ലാണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 17ൽ റെലവന്റ് കോസ്റ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള രീതിക്ക് നമുക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മാക്സിമം നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ റെഫർ ചെയ്ത് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.